निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितां च। हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत्। हरे कृष्ण। നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ രണ്ടാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അർജുനൻ ഭഗവാനോട് ആരാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ബുദ്ധിയോഗം ഉപദേശിച്ച സമയത്ത് ആ ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടു കൂടി ഒരു വ്യക്തിക്ക് സ്ഥിതപ്രജ്ഞനായിട്ട് മാറാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞൻ ആരാണ്, അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അർജുനൻ ചോദിച്ച സമയത്ത് ഭഗവാൻ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. 55ാമത്തെ ശ്ലോകം മുതൽ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളാണ് ഭഗവാൻ പറയുന്നത്. ദുഃഖേഷു അനവിഘ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. യഃ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ഛായം കൂർമോഗാനിവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. യഥാ സംഹരതേ ഛായം കൂർമോഗാനിവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനെയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ എല്ലാവിധ ഹൃദയത്തിലെ ദോഷങ്ങളും ഇല്ലാതായിട്ടുണ്ടാകും. ദുഃഖേഷു അനവിഘ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. രാഗം, ഭയം, ക്രോധം ഇതിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നീട് സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്തി ശുഭാശുഭം
ന അഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ആ വ്യക്തിയുടെ പ്രജ്ഞ വളരെ ഉയർന്നു നിൽക്കുന്നതാണ്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ആ വ്യക്തി അത്ര പരിതപിക്കാറില്ല, വിലപിക്കാറില്ല. ന അഭിനന്ദതി നദ്വേഷ്ടി. ഭൗതിക കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിയുടെ പ്രജ്ഞ, ബുദ്ധി, മനസ്സ് ഉറച്ചതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞന്, ഒരു ആമയ്ക്ക് അതിന്റെ തോടിനകത്തേക്ക് ഇന്ദ്രിയങ്ങളെ, കൈകാലുകളെ പിൻവലിക്കാൻ സാധിക്കുന്നത് പോലെ സ്ഥിതപ്രജ്ഞനും അതിന്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതാണ് 58ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. യഥാ സംഹരതേ ചായം കൂർമോഗാനിവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. നമുക്ക് ആ ശ്ലോകം വായിച്ചു നോക്കാം, എന്താണ് ഭഗവാൻ പറയുന്നത്. 48ാമത്തെ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. 48ആണോ 58ആണോ പറഞ്ഞ? 58 മതി, 58. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ സംഹരതേ ചായം കൂർമോഗ്നീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജി. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ഭാവാർത്ഥം ഇച്ഛാനുസരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് യോഗിയുടെയും ഭക്തന്റെയും ആത്മജ്ഞാനിയുടെയും ലക്ഷണം. എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവരും അവയുടെ ഹിതപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. യോഗി എങ്ങനെയിരിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഇന്ദ്രിയങ്ങളെ വിഷപ്പാമ്പുകളോട് ഉപമിക്കാറുണ്ട്. നിയന്ത്രണത്തിന് വഴങ്ങാതെ പെരുമാറാനാണ് അവയ്ക്കിഷ്ടം. യോഗിയാവട്ടെ ഭക്തനാവട്ടെ പാമ്പാട്ടിയെപ്പോലെ ഈ സർപ്പങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടണം. അയാൾ ഒരിക്കലും അവയെ തന്നിഷ്ടപ്രകാരം പെരുമാറാൻ വിടാറില്ല. ധർമ്മശാസ്ത്രങ്ങളിൽ വിധി നിഷേധാത്മകങ്ങളായ പല നിബന്ധനകളും കാണാം. സുഖാനുഭോഗങ്ങൾ ചുരുക്കി ആ വിധി നിഷേധങ്ങളെ അനുസരിക്കാൻ കഴിയാത്തവർക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല. ആമ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അതിന് എപ്പോൾ വേണമെങ്കിലും അവയവങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ കൃഷ്ണാവബോധമുള്ളവർ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു. മറ്റു സന്ദർഭങ്ങളിൽ ഉൾവലിക്കും. സ്വന്തം തൃപ്തിക്കായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം അവയെ ഭഗവത് സേവനത്തിനായി സമർപ്പിക്കുക എന്നതാണ് അർജുനന് ലഭിക്കുന്ന ഉപദേശം. ഇന്ദ്രിയങ്ങളെ സദാ കൃഷ്ണ സേവനത്തിൽ വ്യാപ്തമാക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അവയെ ഉള്ളിലൊതുക്കാൻ കഴിയുന്ന ആമയുടേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഒരു ആമയുടെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് കാണാൻ സാധിക്കും. യഥാ സംഹരതേ ചായം കൂർമോഗാനീവ സർവശ. കൂർമം എന്ന് പറയുന്നത് ആമയാണ് അല്ലെ. ആമയുടെ പ്രത്യേകത എന്താണ്? ആമയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തലയും കൈകളും കാലുകളും ഒക്കെ തോടിനുള്ളിലേക്ക് പിൻവലിക്കാൻ സാധിക്കും. പിന്നെ വേറെ ആര് വിചാരിച്ചു കഴിഞ്ഞാലും അതിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും അല്ലെ. പിന്നെ ആമ തന്നെ വിചാരിക്കണം തല പുറത്തേക്ക് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൈകാലുകള് പുറത്തേക്ക് നീട്ടണമെങ്കിൽ ആമ തന്നെ വിചാരിക്കണം, അല്ലാതെ ഒരു രക്ഷയുമില്ല. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞ എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഒരു യോഗിയാണെങ്കിലും ഭക്തനാണെങ്കിലും ആത്മജ്ഞാനിയാണെങ്കിലും അവരുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ
ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരിക്കും. അല്ലെ, ഞാൻ ഭക്തനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാനൊരു യോഗിയാണ്, സിദ്ധനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ജ്ഞാനിയാണ്, ഞാനൊരു ജ്ഞാനിയാണ് എന്ന് പറയണമെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം. ഇന്ദ്രിയങ്ങളെ സ്വന്തം തന്നിഷ്ടപ്രകാരം കയറൂരി വിട്ടതിന് ശേഷം ഞാൻ ഭക്തനാണ്, അല്ലെങ്കിൽ ഞാൻ യോഗിയാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മജ്ഞാനിയാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. ഒരു യഥാർത്ഥത്തിലുള്ള യോഗിയല്ല, ഭക്തനല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം ഈ 3 കൂട്ടരുടെയും പൊതുവായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് ശ്രീല പ്രഭാകർ ഇവിടെ പറയുന്നുണ്ട്. ഒരു യോഗിയാകണമെങ്കിലും, ഒരു ജ്ഞാനിയാകണമെങ്കിലും, ഒരു ഭക്തനാകണമെങ്കിലും ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ് എന്നാണ് ഇവിടെ ശ്രീല പ്രഭാകർ പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ്. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു ദൃഢനിശ്ചയം എടുക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് പിന്നെ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. സ്വന്തമായി ഉറച്ച് തീരുമാനമെടുത്ത് ബുദ്ധിയുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകാൻ എന്താവശ്യമാണ്? ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്തനാണെങ്കിലും ആത്മജ്ഞാനിയാണെങ്കിലും യോഗിയാണെങ്കിലും ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തൻ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ തീരെ പ്രവർത്തിപ്പിക്കാതിരിക്കുകയല്ല ഭക്തൻ ചെയ്യുന്നത്. ഇന്ദ്രിയ നിയന്ത്രണം എന്ന് കേൾക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളെ ഒരിക്കലും പ്രവർത്തിപ്പിക്കാത്ത രീതിയിൽ കൃത്രിമമായിട്ട് നിയന്ത്രിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് തോന്നും. അല്ലെ, യോഗി അങ്ങനെയാണ് ശ്രമിക്കുന്നത്. ഒരു യോഗി കൃത്രിമമായിട്ട് ഇന്ദ്രിയങ്ങളെ സ്വന്തം ശക്തി കൊണ്ട് നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഭക്തൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ കൃഷ്ണബോധത്തിലുള്ള വ്യക്തികൾ, ബുദ്ധിയോഗത്തിലുള്ള വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഇന്ദ്രിയങ്ങളെയൊക്കെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഇന്ദ്രിയങ്ങളെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് അടുത്ത ശ്ലോകത്തിൽ 61ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാകർ വിശദീകരിക്കുന്നുണ്ട്. അംബരീഷ മഹാരാജാവ് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചത് എന്ന് വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, വിഷയാ വിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തന. ഇന്ദ്രിയ നിയന്ത്രണത്തിനുള്ള ഒരു മാർഗം ഭഗവാൻ പറഞ്ഞു തരാണ് അടുത്ത ശ്ലോകത്തിൽ. പരം ദൃഷ്ട നിവർത്തത. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്? അതിനുള്ള ഒരു മെത്തേഡാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് 59ാമത്തെ ശ്ലോകത്തിൽ. നമ്മൾക്കത് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. വിഷയാ വിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തത. കൃഷ്ണ വായിക്കട്ടെ ഗുരുജി. കൃഷ്ണ സീതാലക്ഷ്മി മാതാജി വായിച്ചോ. ശ്രീ പ്രഭാതിക്ക് വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാവുന്നു. ഭാവാർത്ഥം: അതീന്ദ്രിയാവസ്ഥയിലല്ലാതെ ഇന്ദ്രിയ സുഖാനുഭൂതിയിൽ നിന്ന് വിരമിക്കുക സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടും ഇന്ദ്രിയാനുഭവങ്ങളെ തടയുന്നത് ഒരു രോഗിക്ക് ചില പ്രത്യേക ഭക്ഷണപദാർത്ഥങ്ങൾ വിലക്കുന്നത് പോലെയാണ്. അത്തരം വിലക്കുകൾ രോഗിക്ക് ഇഷ്ടപ്പെടാറില്ല. ആ ഭക്ഷ്യവസ്തുക്കളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം അയാൾക്ക് കുറയുന്നതുമില്ല. അതുപോലെയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നിവ ഉൾപ്പെടുന്ന അഷ്ടാംഗ യോഗാദി പ്രക്രിയകൾ ബുദ്ധി കുറഞ്ഞവർക്കായി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൃഷ്ണബോധത്തിന്റെ പുരോഗമനത്തിൽ പരമപുരുഷനായ കൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചവനാകട്ടെ ജഡമായ ഭൗതിക പദാർത്ഥങ്ങളിൽ ആസക്തി തീരെ ഉണ്ടാവില്ല. ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ അല്പബുദ്ധികളായ
പുതുവിദ്യാർത്ഥികൾക്ക് വിധിക്കപ്പെട്ടവയാണ് നിബന്ധനകളെല്ലാം. എന്നാൽ കൃഷ്ണാവബോധത്തിന്റെ രസം പിടിച്ചു തുടങ്ങുന്നതുവരെ മാത്രമേ ഈ നിബന്ധനകളുടെ ആവശ്യമുള്ളൂ. ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ തുച്ഛ വിഷയങ്ങളിലുള്ള ആസക്തി തനിയെ നശിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സീതാലക്ഷ്മി അമ്മ മദജി. ഹരേ കൃഷ്ണ. യെസ്, ഭഗവാൻ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന്, യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് കൃത്രിമമായിട്ട് ഷോ കാണിക്കുന്നതിന് വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തത. അതാണ് യഥാർത്ഥ മാർഗമായിട്ട് പറയുന്നത്. വിഷയാവിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹിന. സാധാരണഗതിയിൽ ആളുകള് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി എന്തിനു ശ്രമിക്കും? നിരാഹാരസ്യ, ആ വിഷയത്തെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ ആ ഇന്ദ്രിയത്തിനെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇന്ദ്രിയത്തിനെ വിഷയത്തിൽ നിന്നും കൃത്രിമമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് എങ്ങനെയാണോ ഇന്ദ്രിയ വിഷയത്തിൽ നിന്ന് മുക്തി കിട്ടുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ടാ നിവൃത്തി. ആ രസം തന്നെ പോണം. ഉള്ളിലുള്ള ആ ഇന്ദ്രിയ വിഷയത്തിനോടുള്ള ആസക്തി, അതിനോടുള്ള രുചി, അതിനോടുള്ള ആ വാസന, അത് ഉപയോഗിക്കാനുള്ള ആ ഒരു ഉള്ളിലുള്ള ത്വര, അത് തന്നെ പോണം. അല്ലെ, പുറമെ നമ്മൾ കൃത്രിമമായിട്ട് അതിനെ ഒഴിവാക്കിയത് കൊണ്ട് കാര്യമില്ല. കൃത്രിമമായിട്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെല്ലാം ഒഴിവാക്കി, അല്ലെ, എനിക്ക് പായസം ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പായസം ഒഴിവാക്കി. പക്ഷെ ഉള്ളിൽ എന്തുണ്ട്? ആ പായസം കുടിക്കാനുള്ള ആ ഒരു ആഗ്രഹമുണ്ട്, ആ ഒരു ടെൻഡൻസി ഉണ്ട്, എനിക്ക് വേണം. പക്ഷെ ഞാൻ നിയമം ഞാൻ കുടിക്കില്ല എന്ന് തീരുമാനമെടുത്തത് കൊണ്ട് മാത്രം ഞാൻ കുടിക്കാതിരിക്കുന്നു. പക്ഷെ ഉള്ളിൽ ആ ഒരു ത്വരയുണ്ട്, ആ ഒരു വാസനയുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, ആ ത്വര, ആ വാസന തന്നെ ഇല്ലാതായാൽ മാത്രമേ യഥാർത്ഥത്തിൽ സ്ഥിതപ്രജ്ഞനായിട്ട് ഒരു വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തത. അപ്പോൾ ആ രസം എങ്ങനെയാണ് പോകുന്നത്? അതിനുള്ള മാർഗമാണ് ഭഗവാൻ പറയുന്നത്. ഉയർന്ന രസം കിട്ടണം എന്നുള്ളതാണ്. ഉയർന്ന രുചി കിട്ടണം. അപ്പോഴാണ് താഴ്ന്ന രുചി ഇല്ലാതാകുന്നത്. അല്ലാതെ കൃത്രിമമായിട്ട് ഈ ഒരു വാസനയെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് വിഷയങ്ങളെ ആസ്വദിക്കുക എന്നുള്ള, വിഷയങ്ങളെ ആസ്വദിക്കാനുള്ള വാസന സ്വാഭാവികമാണ്, അല്ലെ. എനിക്കതിൽ ഒന്നും താല്പര്യമില്ല എന്ന് നമ്മൾ പുറമെ കൃത്രിമമായിട്ട് പറഞ്ഞാലും യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉള്ളിൽ ആ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത്? അതിന് ഉയർന്ന രുചി കിട്ടണമെന്നാണ് ഭഗവാൻ പറയുന്നത്. രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തത്തെ എന്നതാണ് മാർഗമായിട്ട് ഭഗവാൻ പറയുന്നത്. ഉയർന്ന രുചി കിട്ടണം എന്നുള്ളതാണ്. എന്താണ് ഉയർന്ന രുചി? ഭക്തിയിലുള്ള സേവനങ്ങളാണ് ഉയർന്ന രുചി എന്ന് പറയുന്നത്. ഭക്തിയിലുള്ള സേവനങ്ങൾ, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, താഴ്ന്ന നിലവാരത്തിലുള്ള പ്രവർത്തനമല്ല. ചിലപ്പോൾ നമ്മൾക്ക് അത് ആദ്യം മനസ്സിലായി എന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ നാമം ജപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്തും അത്ര പെട്ടെന്ന് തന്നെ രുചി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, അല്ലെ. എനിക്ക് വളരെയധികം ഭഗവാന്റെ നാമം ജപത്തിൽ എനിക്ക് വലിയ സംതൃപ്തി ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിഞ്ഞോളണമെന്നില്ല ആദ്യത്തെ ഘട്ടത്തിൽ. പക്ഷേ നമ്മൾക്ക് ആ രുചി ആദ്യം അറിഞ്ഞില്ലെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫലമുണ്ട്. നമ്മളെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മൾക്ക് പിന്നീട് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ രുചി ഇല്ലെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ഏതുപോലെ നമ്മള് ഒരു അസുഖം വന്നിട്ട് മരുന്ന് കഴിക്കാം. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് അതിന്റെ റിസൾട്ട്, ഈ നമ്മൾ കഴിച്ച മരുന്നിന് അതിന്റെ റിസൾട്ട് ഉണ്ടോ, ഫലമുണ്ടോ എന്നൊന്നും ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല. നമ്മൾ വായിൽ കഴിച്ചപ്പോഴും അതിന് പ്രത്യേകിച്ച് അതിന് രുചിയൊന്നും ഉള്ളതായി തോന്നിയില്ല. പക്ഷെ
അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെയാണ് കൃഷ്ണബോധത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മൾക്ക് രുചിയുണ്ടോ ഇല്ലയോ എന്നതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ഫലമുണ്ട്. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലമുണ്ട്. ചില പ്രബോധനം പറയും, നിങ്ങൾ അഗ്നിയെ തൊടുകയാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും, അല്ലെ? അത് അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിലും ഒരു വലിയ ആളാണെങ്കിലും തീ തൊടുകയാണെങ്കിൽ പൊള്ളും എന്നുള്ളത് പോലെ തന്നെയാണ് ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബോധം ഉയരും. ഒരു വ്യക്തിയുടെ ബോധം തീർച്ചയായിട്ടും ഉയരും എന്നുള്ളതിൽ സംശയമില്ല. അതെങ്ങനെയാണ് ഉയരുന്നത് എന്ന് നമ്മൾ അറിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾക്ക് അതിനോട് പ്രത്യേകിച്ച് രുചിയൊന്നും തോന്നിയെന്ന് വരില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നവൻ. അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമജപം, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്, അതേപോലെ ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മൾ തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമ്മൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പരം ദൃഷ്ട നിവർത്തത എന്ന് ഭഗവാൻ അവിടെ പറയുന്നത്. ഉയർന്ന ആ ഒരു രുചിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴ്ന്ന രുചികളൊക്കെ ഇല്ലാതായിട്ട് പോകുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ പണ്ട് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് ഉപേക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നല്ല ശീലമല്ല എന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളെ വിട്ടുപോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നമ്മളെ വിട്ടുപോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? ചില ആളുകൾക്ക് മാംസം ഭക്ഷണമൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെ? ഞാൻ തീരുമാനമെടുത്തു, ഇന്ന് ന്യൂ ഇയറിന് തീരുമാനമെടുത്തു, ഞാൻ ഇനി മുതൽ മാംസം കഴിക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. പക്ഷെ എവിടുന്നെങ്കിലും ഒരു പ്രലോഭനം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും പോയിട്ട് കഴിക്കും. പക്ഷെ ഭക്തിയിലേക്ക് വന്നവർക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവും കൂടാതെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാൻ സാധിക്കും. അപ്പൊ അതിന്റെ കാരണം എന്താണ്? അവർക്ക് വേറൊരു രുചി കിട്ടിയിട്ടുണ്ട്. അവരുടെ ബോധം ഉയർന്ന ബോധത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് താഴ്ന്ന ബോധങ്ങളൊക്കെ താനെ ഇല്ലാതാവുന്നത്. ഇത് ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകതയായിട്ട് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധവും ശരണമെന്നിച്ച കൃപണ ബലഹേതം. നമ്മൾ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചാൽ മാത്രം മതി, താഴ്ന്ന തരം കർമ്മങ്ങളൊക്കെ നമ്മളെ വിട്ടുപോയിക്കോളും. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചാൽ മതി, അതിന്റെ റിസൾട്ട് എന്താണ്? താഴ്ന്ന തരം പ്രവൃത്തികളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ വിട്ടുപോയിക്കോളും എന്നുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും കഠിനമായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കഠിനമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം സ്വാഭാവികമായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ വിട്ടുപോകും എന്നുള്ളതാണ്. ആ ഒരു മാർഗമാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. പരം ദൃഷ്ട നിവർത്തതേ. ഉയർന്ന കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ താഴ്ന്ന കാര്യങ്ങൾ താനെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് ശക്തി ഉപയോഗിച്ച് ഞാൻ അത് ഉപേക്ഷിക്കുന്നു എന്നുള്ള തീരുമാനമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉയർന്ന കാര്യം പ്രവർത്തിച്ചാൽ മാത്രം മതി, താഴ്ന്ന കാര്യം നമ്മളെ വിട്ടുപോയിക്കോളും എന്നുള്ളതാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഭഗവാൻ പറയുന്നത് പോലെ സ്ഥിതപ്രജ്ഞന്മാരായിട്ട് മാറാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതാണ്. ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 60ാമത്തെ ശ്ലോകത്തിൽ യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മന. അതിന്റെ വിവർത്തനം ഭാഗത്ത് വായിച്ചോളും, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 60ാമത്തെ ശ്ലോകം രാജേശ്വരി മാതാജി വായിച്ചു.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യതതോ ഹ്യഭി കൗന്ദേയ പുരുഷസ്യ വിഭശ്ചിത ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. ഭാവാർത്ഥം. ജ്ഞാനികളായ ഋഷികൾ, തത്വചിന്തകർ, അതീന്ദ്രിയവാദികൾ എന്നിങ്ങനെ പലരും ഇന്ദ്രിയ ജയത്തിനായി യത്നിക്കുന്നുണ്ട്. ആ പ്രയത്നങ്ങളെല്ലാം ഇരുന്നിട്ടും അവരിൽ ഉത്തമന്മാർ പോലും മനോവിക്ഷോഭം മൂലം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ചിലപ്പോൾ അടിമയാകുന്നു. മഹർഷിയും വിശിഷ്ട യോഗിയുമായിരുന്ന വിശ്വാമിത്രനും യോഗ പരിശീലനം കൊണ്ടും കർക്കശ്യ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയ ജയത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കെ തന്നെ മേനകയാൽ വഴിപിഴയ്ക്കപ്പെട്ടു. ലോക ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട്. പൂർണ്ണമായും കൃഷ്ണാവബോധം ഉദിച്ചല്ലാതെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങൾ ലഭിക്കില്ല. മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാനും സാധിക്കില്ല. ഒരു മഹാഭക്തനും തപസ്വിയുമായ ശ്രീ യമുനാചാര്യന്റെ വാക്കുകൾ ഇതിന് ഉദാഹരണമാണ്. യഥവതി മമ ചേത കൃഷ്ണ പദാരവിന്ദേ നവരസ ധാമന്യുദിതം രന്തുമാസി തദവതി ഹത നാരീ സംഗമേ സ്മരണ്യമാണേ ഭവതി മുഖവികാര സുഷ്ടു നിഷ്ഠീവനം ച. ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദ സേവനത്തിൽ എന്റെ മനസ്സ് ഉത്സുകമായതിനു ശേഷം അങ്ങനെ നിത്യ നൂതനമായൊരു അതീന്ദ്രിയ സ്ഥിതി എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയ ശേഷം ഒരു സ്ത്രീയുമായുള്ള സംഭോഗത്തെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് വിരക്തി തോന്നുന്നു. ഞാൻ ആ ചിന്തയെ പോലും പുച്ഛിച്ചു പോകുന്നു. അത്രമേൽ ദിവ്യമായൊരു വിശിഷ്ട അനുഭൂതി അത്രേ കൃഷ്ണാവബോധം. ഭൗതിക ഭോഗങ്ങൾ അതിനു മുമ്പിൽ അനാസാധ്യങ്ങളാണ്. വിശക്കുന്ന ഒരാൾക്ക് പോഷകങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചാൽ ഉണ്ടാകുന്നത് പോലെ ഒരു അനുഭവമാണത്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരുന്ന അംബരീഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിയെ പരാജിതനാക്കിയല്ലോ. സ വൈ മന കൃഷ്ണപാദാര വിന്ധ്യോർ വാജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണേന. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു രാജേശ്വരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഉദ്യോഗത്തിന്റെ സഹായത്തോടുകൂടി അല്ലാതെ സ്വന്തം ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതത്ര ഈസി അല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമേ ഉള്ള കാര്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉദ്യോഗത്തിലൂടെ അത് സ്വാഭാവികമായിട്ട് നടന്നോളും. ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഹൃദയശുദ്ധി കൊണ്ട് അതങ്ങനെ സംഭവിച്ചു. പക്ഷെ അതല്ലാതെ സ്വന്തം ശക്തി കൊണ്ട് ഉദ്യോഗത്തിൽ പ്രവർത്തിക്കാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. 60-ാമത്തെ ശ്ലോകത്തിൽ യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിഭശ്ചിത ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മന. യതതോ അപി, യതതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവനാണെങ്കിൽ പോലും അവൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തു അല്ലെ. മാത്രമല്ല അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്നു, ഭൗതിക വിഷയങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പോലും എന്നാണ് ഭഗവാൻ പറയുന്നത് യതോഹ്യപി കൗന്ദേയ, അങ്ങനെയാണെങ്കിൽ പോലും പുരുഷസ്യ വിഭശ്ചിത, ആ ഒരു വ്യക്തിയുടെ, ആ പ്രയത്നിക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം. ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിയെ വീണ്ടും താഴോട്ട് പതിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത്ര ഈസിയുള്ള കാര്യമല്ല, അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമേ അല്ല. എങ്ങനെയാണെങ്കിൽ ബുദ്ധിയോഗത്തിൽ പ്രയത്നിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ വ്യക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സ്വന്തം ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അത് അത്ര എളുപ്പമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എത്ര കാലം പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ ഒരു പ്രലോഭനം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ആ വിഷയ ചിന്തകളിലേക്കും പിന്നീട് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും വിവേകിയാണെങ്കിൽ പോലും ബുദ്ധിമാനാണെങ്കിൽ പോലും
അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ പോലും, പ്രയത്നിക്കുന്നവനാണെങ്കിൽ പോലും ആ വ്യക്തി വീണുപോകാൻ ഏത് നിമിഷവും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. വിശ്വാമിത്ര മഹർഷിയുടെ ഉദാഹരണം അല്ലെ. അദ്ദേഹം സ്വന്തം ശക്തി കൊണ്ട്, മനസ്സിന്റെ ശക്തി കൊണ്ട്, യോഗചര്യ കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം എന്ന് വിചാരിച്ച് അനേക വർഷം, ധാരാളം വർഷം അദ്ദേഹം വനത്തിൽ പോയിട്ട് തപസ് ചെയ്തിട്ടുണ്ടായി. പക്ഷെ പിന്നീട് മേനകയുടെ സാന്നിധ്യം കൊണ്ടും മേനകയുടെ ചിലങ്കയുടെ ശബ്ദം കൊണ്ട് അദ്ദേഹം വീണ്ടും ആ തപസ്സിൽ നിന്ന് തപസ് അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല, വലിയ യോഗിയായിരുന്നു, വലിയ തപസ്യായിരുന്നു. എത്രയോ വർഷമായിട്ട് അദ്ദേഹം ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടി കഠിനമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇന്ദ്രിയ വിഷയത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇന്ദ്രിയാണി പ്രമാദീനി, ഇന്ദ്രിയങ്ങള് മനസ്സും വലിയ ശക്തിയുള്ളതാണ് എന്നാണ് പറയുന്നത്. വിവേകിയാണെങ്കിൽ പോലും ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചവനാണെങ്കിൽ പോലും അവനെ കൊണ്ടും ആ തെറ്റായിട്ടുള്ള പ്രവൃത്തികളൊക്കെ മനസ്സും ഇന്ദ്രിയങ്ങളും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത്രയ്ക്ക് ശക്തിയുള്ളതാണ് മനസ്സും ഇന്ദ്രിയങ്ങളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയോഗത്തിലൂടെ അല്ലാതെ, ബുദ്ധിയോഗത്തിലൂടെ അല്ലാതെ സ്വന്തം ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ, യോഗികളൊക്കെ പിന്നീട് വീണുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അതത്ര എളുപ്പമല്ല എന്ന് പറയും. ഇനി മറ്റൊരു ഉദാഹരണം ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാകർ കൊടുത്തിട്ടുള്ളത് യമുനാചാര്യന്റെ ഉദാഹരണമാണ്. അല്ലെ, യമുനാചാര്യൻ വലിയ ഭക്തനായിരുന്നു, ഭഗവാന്റെ ഉയർന്ന ഭക്തനായിരുന്നു. അതുകൊണ്ട് ആ ഭക്തിയോഗത്തിലേക്ക് വന്നതോടുകൂടി തന്നെ എൻ്റെ എല്ലാവിധ ഭൗതിക വിഷയ അഭിലാഷങ്ങളെ കുറിച്ചുള്ള ചിന്ത എന്നെ വിട്ടുപോയി എന്നാണ് യമുനാചാര്യൻ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 61-ാമത്തെ ശ്ലോകം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അതിൽ ഭഗവാൻ ആ ഒരു സീക്രട്ട് പറയുന്നുണ്ട്, മത്പര എന്നുള്ള കാര്യം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതെന്താണ് ഈ മത്പര എന്നുള്ള കാര്യം എന്ന് നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 61-ാമത്തെ ശ്ലോകം കൂടി വായിച്ചോളൂ. ന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഉഷാമാതാജി വായിച്ചു. പ്രഭു, 1 minute. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം വായിക്കണോ പ്രഭു? താനി സർവാണി സംയമ്യ. ഹരേ കൃഷ്ണ. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വിവർത്തനം. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. യോഗത്തിന്റെ പരമകാഷ്ഠിയാണ് കൃഷ്ണാവബോധമെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. കൃഷ്ണാവബോധമില്ലെങ്കിൽ ഇന്ദ്രിയജയം സാധ്യമല്ല. മുൻപറഞ്ഞ മഹർഷി ദുർവാസാവ് അംബരീഷ മഹാരാജാവുമായി വഴക്കിടുകയും അഹങ്കാരത്തിൽ അനാവശ്യമായി കോപിക്കുകയും ചെയ്തു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മറിച്ച് രാജാവാകട്ടെ ദുർവാസാവിനെ പോലെ ഒരു ശക്തനായ യോഗിയല്ലെങ്കിലും ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹം മഹർഷിയുടെ ദുർനയങ്ങളെ മൗനമായി സഹിക്കുകയാണ് ഉണ്ടായത്.
അതുകൊണ്ട് അംബരീഷ് മഹാരാജാവ് വിജയിയായി. ആ രാജാവിനെ ഇന്ദ്രിയ സംയമനം സാധിച്ചത് ഭാഗവതത്തിൽ 9:4-18 പ്രതിപാദിക്കപ്പെട്ട താഴെ ചേർക്കുന്ന ഗുണങ്ങൾ ഉണ്ടായിരുന്നതിലാണ്. സ വൈ മന കൃഷ്ണ പധാര വിന്ദയോർ വച്ചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോധയു മുകുന്ദലിംഗാലയ ദർശനേ ദൃശ്യൗ തദ്വിരുത്യഗാത്രാ സ്പർശേ അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുഷസ്യ രസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്രപഥാനുസർപ്പണേ ശിരോ ഹൃഷീകേശ പദാഭിവന്ദനേ കാമം ച ദാസ്യേ നതു കാമകാമ്യ. അംബരീഷ മഹാരാജാവ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. ഭഗവത്ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും, കൃഷ്ണന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ കൈകളും, ഭഗവത് കഥാശ്രവണത്തിൽ കർണങ്ങളും, തദ്രൂപ ദർശനത്തിൽ കണ്ണുകളും, ഭക്തന്മാരുടെ ശരീരസ്പർശനത്തിൽ സ്വദേഹവും, തൃപ്പാദാർച്ചനയ്ക്ക് ഉപയോഗിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയും, ഭഗവാന് അർപ്പിച്ച തുളസീദളങ്ങൾ ആസ്വദിക്കുന്ന രസനയും ഏർപ്പെട്ടു. ക്ഷേത്രങ്ങളുള്ള ദേശങ്ങളിലേക്ക് രാജാവിന്റെ കാലുകൾ നീങ്ങി. ശിരസ് ഭഗവാനെ പ്രണമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം കൃഷ്ണന്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് മത്പര ഭക്തനാകാൻ യോഗ്യത നേടിക്കൊടുത്തു. മത്പര എന്ന വാക്കിന് ഇവിടെ അത്യന്തം ഔചിത്യമുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് മത്പരനായി തീരാമെന്നതിന് ഒരു ഉത്തമോദാഹരണം അത്രേ അംബരീഷിന്റെ ജീവിതം. മത്പര ശൃംഖലയിൽ ശ്രീല ബലദേവ വിദ്യാഭൂഷൺ എന്ന പണ്ഡിതാചാര്യൻ പറഞ്ഞിരിക്കുന്നു: മത്ഭക്തി പ്രഭാവേന സർവേന്ദ്രിയ വിജയപൂർവിക സ്വാത്മദൃഷ്ടി സുലഭേതി ഭാവഃ. കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നത് കൊണ്ടേ ഇന്ദ്രിയങ്ങളെ സമ്പൂർണമായി കീഴടക്കുവാൻ വേണ്ടുന്ന ശക്തി ഉണ്ടാവും. അഗ്നിയെയും ഒരു ഉദാഹരണമായി പറയാറുണ്ട്. ആളിക്കത്തുന്ന തീനാളങ്ങൾ മുറിക്കുള്ളിൽ എന്തും ദഹിപ്പിക്കുന്നതിന് പോലെ യോഗിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ സർവ്വമാലിന്യങ്ങളെയും ഭസ്മീകരിക്കുന്നു. യോഗാസൂത്രം നിർദ്ദേശിക്കുന്നതും വിഷ്ണുവിനെ ധ്യാനിക്കണമെന്നാണ്. ശൂന്യതയല്ല വിഷ്ണുമൂർത്തിയെ അല്ലാതെ ധ്യാനിക്കുന്ന നാമമാത്ര യോഗികൾ സാങ്കല്പിക പ്രതിഭാസങ്ങളെ ആരാഞ്ഞ് സമയം പാഴാക്കുകയാണ്. നമ്മൾ കൃഷ്ണാവബോധമുള്ളവരാകണം, ഭഗവത്ഭക്തരാവണം. അതാണ് യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഭഗവാൻ ഏറ്റവും വലിയ രഹസ്യം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഇന്ദ്രിയ നിയന്ത്രണമുള്ള വ്യക്തിയായി മാറാൻ സാധിക്കുന്നത്, അതിന്റെ രഹസ്യം ഇവിടെ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അതാണ് രഹസ്യം. എന്താണ് രഹസ്യം? വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളെ വശത്തിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. വശേഹി യസ്യേന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ വശത്തിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ യുക്ത ആസീത മത്പര, അതാണ് രഹസ്യം. യുക്ത ആസീത മത്പര എന്നുള്ളതാണ് രഹസ്യമായിട്ടുള്ള കാര്യം. അല്ല, ഇത് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. എന്താണ് രഹസ്യം? മത്പര, ഭഗവാനിൽ മനസ്സും ഇന്ദ്രിയങ്ങളെയും സമർപ്പിക്കണം, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കണം. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് മത്പര എന്ന് പറയുന്നത്. ഭഗവാന് വേണ്ടി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ ഇത് നമ്മൾക്ക് ഒരു സാധാരണ കാര്യമായിട്ട് തോന്നും. അല്ല, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഭഗവാന്റെ നാമം ജപിക്കുക, സേവനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ പ്രവൃത്തി പോലെ തന്നെ തോന്നും. പക്ഷെ അതിന് വലിയ ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട്. അത് ദിവ്യമായിട്ടുള്ള സേവനമായതുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കപ്പെട്ടുകൊള്ളും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അപ്പോൾ
യഥാർത്ഥത്തിൽ ഭഗവാന് മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. കാരണം എന്താണ്? ഈ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതും ഇന്ദ്രിയങ്ങളെ പരിപാലിക്കുന്ന വ്യക്തിയും ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാന് ഋഷികേശൻ എന്ന് പറയുന്നത്. ഋഷികങ്ങളുടെ ഈശ്വരൻ യഥാർത്ഥത്തിൽ ആരാണ്? ഭഗവാനാണ്. നമ്മളൊക്കെ കൃത്രിമമായിട്ട് ഋഷികേശനാകാൻ ശ്രമിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ട് കൃത്രിമമായിട്ട് ഋഷികേശന്മാരാകാൻ നമ്മളെ ശ്രമിക്കും. അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഭഗവാന്റെ സഹായം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? മത്പര ഭക്തനായിരിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാന് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അംബരീഷ മഹാരാജാവിന്റെ ഉദാഹരണം ശ്രീല പ്രഭാകർ പറഞ്ഞു തന്നിട്ടുള്ളത്. എങ്ങനെയാണ് അംബരീഷ മഹാരാജാവ് തന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്, പക്ഷെ അതിന്റെ ഫലം വളരെയധികം ഉയർന്നതുമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അംബരീഷ മഹാരാജാവ് തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ വ്യത്യസ്ത സേവനങ്ങളിൽ ഉപയോഗിച്ചു. അതെങ്ങനെയാണ് എന്നവിടെ വിശദീകരിക്കുന്നുണ്ട്. സവൈ മനകൃഷ്ണ പാദാരവിന്ദയോ. അദ്ദേഹം അംബരീഷ മഹാരാജാവ് ദുർവാസ മഹർഷിയേക്കാൾ ഇന്ദ്രിയ നിയന്ത്രണമുള്ള വ്യക്തിയായിട്ട് മാറി. ദുർവാസ മഹർഷി വലിയ യോഗിയാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കോപത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. പക്ഷേ എത്ര ഒക്കെ കോപപ്പെട്ടിട്ടും തന്നോട് കോപിച്ചിട്ടും അംബരീഷ മഹാരാജാവ് തിരിച്ച് യാതൊന്നും പ്രതികരിച്ചില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണമുള്ള വ്യക്തിയാണ് അംബരീഷ മഹാരാജാവ് എന്ന് ലോകത്തിന് തെളിയിക്കാൻ സാധിച്ചു. ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കാൻ അംബരീഷ മഹാരാജാവിന് സാധിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സവൈ മനകൃഷ്ണ പാദാരവിന്ദയോ. അംബരീഷ മഹാരാജാവിന്റെ മനസ്സ്, ആ മനസ്സിൽ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? മനകൃഷ്ണ പാദാരവിന്ദയോ. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദത്തിൽ അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തിന്റെ മനസ്സിനെ സമർപ്പിച്ചു. അപ്പോൾ പിന്നെ അദ്ദേഹം നിരന്തരം ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ്. ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളെ കുറിച്ചാണ് അംബരീഷ മഹാരാജാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു അപകടവുമില്ല. വേറെന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അംബരീഷ മഹാരാജാവ് പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ചാണ് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സവൈ മനകൃഷ്ണപാദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ. അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ. ആ വൈകുണ്ഠനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്ശക്തി, നാക്കിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. വൈകുണ്ഠ ഗുണാനുവർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്ന വൈകുണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ കീർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അല്ലെങ്കിൽ വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ലോകം, ഭഗവാന്റെ ധാമം, ആ ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അതും ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ്, ഭൗതികമായിട്ടുള്ള സംസാരമല്ല ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ നാക്കിനെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു. കരൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണമുണ്ട്, അതുകൊണ്ടാണ് കരൗ എന്ന് പറഞ്ഞത്. കൈകൾ. ഹരേർ മന്ദിരമാർജനാദിഷു. ഹരിയുടെ, ആ ഭഗവാന്റെ മന്ദിരത്തെ, ക്ഷേത്രത്തെ ശുചീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൈകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇന്ദ്രിയത്തിനെയും ഉപയോഗിക്കാതിരിക്കുകയല്ല അംബരീഷ മഹാരാജാവ് ചെയ്തത്, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉപയോഗിക്കുകയാണ് ചെയ്തത്. യുക്തമാസീത മത്പരം എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞു. യുക്തമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുക, അതിനാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതല്ല, യുക്തമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൈകൾ ഭഗവാന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ശ്രുതിം ചകാരം അച്യുത സത്കഥോധയെ. ശ്രുതി, അദ്ദേഹത്തിന്റെ കേൾവിശക്തി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അച്യുത സത്കഥോധയെ. ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നതും
പ്രത്യേകതയുള്ളതാണ്. ശുണ്ണതാം സുഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സദാ. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്ന് ഭഗവാൻ തന്നെ ആ ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് കേൾക്കുന്നത് പോലെയല്ല. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നവർക്ക് അത്രയും ഹൃദയശുദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അംബരീഷ മഹാരാജാവ് തന്റെ കേൾവി ശക്തി അച്യുത സത്കഥോധയെ, അച്യുതന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ കേൾക്കുന്നതിന് വേണ്ടി ശ്രവണം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ശ്രുതിഞ്ചകാരം അച്യുത സത്കഥോധയെ മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ. കാഴ്ച. അദ്ദേഹം ആരെ കാണാനാണ് പോകുന്നത്? അദ്ദേഹം ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള വിഗ്രഹത്തിനെ, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപത്തെ ദർശിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം സൗന്ദര്യത്തെ ആസ്വദിക്കുന്നുണ്ട്. ആരുടെ സൗന്ദര്യത്തെയാണ് അദ്ദേഹം ആസ്വദിക്കുന്നത്? ഭഗവാന്റെ സൗന്ദര്യത്തെയാണ് അംബരീഷ മഹാരാജാവ് ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സൗന്ദര്യങ്ങളൊക്കെ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ജഡമായിട്ടുള്ള സൗന്ദര്യമൊന്നും പിന്നെ ആ വ്യക്തിയുടെ, ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ച വ്യക്തിയുടെ മുന്നിൽ പിന്നെ വിലപ്പോവില്ല എന്നുള്ളതാണ് പറയുന്നത്. മുകുന്ദ ലിംഗാലയ ദർശനേ ദൃശോ, ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി, ദൃശവും കാഴ്ചശക്തി ഉപയോഗിച്ചു. തദ്ഭൃത്യഗാത്ര സ്പർശേംഗ സംഗമം. തദ്ഭൃത്യഗാത്ര സ്പർശേംഗ സംഗമം, ഭഗവാന്റെ ഭക്തന്മാർ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്പർശന ശക്തി, അദ്ദേഹത്തിന്റെ കൈകൾ അദ്ദേഹം ഉപയോഗിച്ചു. കൈ നീട്ടിക്കൊണ്ട് അവരെ സ്പർശിച്ചുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്പർശശക്തി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഘ്രാണം ചതത്പാദ സരോജ സൗരഭേ, ആ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചിട്ടുള്ള പുഷ്പങ്ങളുടെ ഗന്ധം ആസ്വദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഘ്രാണശക്തി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഘ്രാണശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധം അറിയുന്നതിനുള്ള ശക്തി, മണം അറിയുന്നതിനുള്ള ശക്തി. എന്തിന്റെ മണം അറിയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചിട്ടുള്ള പുഷ്പങ്ങൾ മണക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഘ്രാണശക്തി ഉപയോഗിച്ചു. അപ്പോൾ അതും പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ പൂവും ചന്ദനമൊക്കെ തരും. അപ്പൊ നമ്മൾക്കത് മണക്കാം. ആ ഒരു ഗന്ധം, ഭഗവാന്റെ ശരീരത്തിന്റെ ഗന്ധം നമ്മൾക്ക് ലഭിക്കും അല്ലെ? ഭഗവാൻ അർപ്പിച്ച കളഭമൊക്കെ ഗുരുവായൂരിൽ നിന്ന് കിട്ടും. എന്ത് ഗന്ധമാണ് അല്ല, അത് നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിക്കുമ്പോൾ താഴ്ന്ന തരം ഗന്ധങ്ങളൊക്കെ വിട്ടുപോകും എന്നതാണ്. ഘ്രാണം ചതുർപാദ സരോജ സൗരഭേ ശ്രീമദ് തുളസിയാ രസനാന്തർപ്പിതേ, ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള നിവേദ്യം, ആ പ്രസാദം, അതിലുള്ള തുളസി ഒക്കെ രുചിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തിന്റെ രസനയെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നാക്കിനെ ഉപയോഗിച്ചു. അപ്പോൾ അദ്ദേഹം രുചി അറിയാതെ ഇരുന്നിട്ടല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചത്. ഞാൻ ഒരു രുചിയും അനുഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഭഗവാന് സമർപ്പിച്ച പ്രസാദം, നിവേദ്യം, ആ പ്രസാദം അത് അദ്ദേഹം രുചിച്ചു. അങ്ങനെ ആ ഉയർന്ന രുചി, ഭഗവാനെ നിവേദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക രുചി ഉണ്ടാവും. നമ്മൾക്കറിയാം, ഭഗവാനെ നിവേദിച്ച പായസം നിവേദിക്കുന്നതിന് മുന്നേ ഉള്ളതിനേക്കാൾ വളരെ രുചി ഉണ്ടാകും. ആ രുചി അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ രസനയെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പാദവും ഹരേ ക്ഷേത്രപദാനുസർപ്പണേ, പാദങ്ങൾ അദ്ദേഹം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് നടന്നു പോകുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഭഗവാനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം നടന്നുപോയി ക്ഷേത്രങ്ങളിലേക്ക്. അപ്പോൾ അതെന്തായി? പാദസേവനമായി. പാദസേവനം, ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നതും പാദസേവനമാണ്. സ്വന്തം പാദങ്ങളെ ഭഗവാനെ കാണുന്നതിന് വേണ്ടി നടക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതും പാദസേവനം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാദങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. ഹരേ ക്ഷേത്ര പദാനുസർപ്പണേ ശിരോ ഋഷികേശ പദാഭിവന്ദനെ, അദ്ദേഹത്തിന്റെ ശിരസിനെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ മുന്നിൽ കുമ്പിടുന്നതിന് വേണ്ടി, ശിരസ് നമിച്ച് ഭഗവാനെ വന്ദിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ശിരസിനെ അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ ആ ശിരസിന്റെ ഭാരം ഇല്ലാതായിട്ട് മാറി. ശിരോ ഋഷികേശ പദാഭിവന്ദനെ കാമം ച ദാസ്യേ നതു കാമകാമിയ, അദ്ദേഹത്തിന്റെ കാമം, ആഗ്രഹത്തിനെ
ആഗ്രഹങ്ങളെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തം ആഗ്രഹങ്ങളെ വിനിയോഗിച്ചു. അല്ലെ, ആഗ്രഹത്തിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, യുക്തമാക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ കാമവും ഇല്ലാതാകും. ഇങ്ങനെ തന്റെ മനസ്സും ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും തന്റെ ആഗ്രഹങ്ങളെയും ഒക്കെ ഭഗവാന്റെ സേവനവുമായിട്ട് യോജിപ്പിച്ച സമയത്ത് അംബരീഷ മഹാരാജാവിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ശുദ്ധമായിട്ട് മാറി, പവിത്രമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു ഇന്ദ്രിയത്തിനെയും പ്രവർത്തിപ്പിക്കാതിരുന്നില്ല, കൃത്രിമമായിട്ടൊന്നിനെ നിയന്ത്രിച്ചു വെച്ചില്ല. അദ്ദേഹം എല്ലാറ്റിനെയും ഉപയോഗിച്ചു. പക്ഷെ ആർക്ക് വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന് വേണ്ടി ഉപയോഗിച്ചു. അതിനാണ് യുക്തം എന്ന് പറയുന്നത്. യുക്തം ഭഗവാനും പറയുന്നുണ്ട് അല്ലെ, യോഗ കർമ്മസു കൗശലം. യോഗമാണ് കർമ്മം ചെയ്യുന്നതിനുള്ള മാർഗം. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം, ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അപ്പോൾ ആ പ്രവർത്തനം ഒരിക്കലും നമ്മളെ ഇവിടെ കുടുക്കിയിടുന്നില്ല. ഭഗവാന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കുടുക്കിയിടുന്നത്. അടുത്ത അധ്യായത്തിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ഉയർച്ചയിലേക്കാണ്, സ്വാതന്ത്ര്യത്തിലേക്കാണ്, മുക്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഭഗവാന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ കുടുക്കിയിടുന്നത്. രണ്ടും പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുന്നില്ല. ഭഗവാന് എങ്ങനെയാണോ ഇഷ്ടം, ഭഗവാന്റെ ആഗ്രഹം എന്താണ്, അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഭഗവാനുമായി ചേർന്ന് ആനുകൂല്യേന കൃഷ്ണാനുശീലനം, ഭഗവാൻ അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകുന്നത് എന്നിവിടെ അംബരീഷ് മഹാരാജാവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ ഇതൊന്നും അനുസരിക്കാതെ, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉപയോഗിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, ആ വ്യക്തിയുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഭഗവാൻ അടുത്ത 2 ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്ഥേഷോപജായതേ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ പ്രതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രാധാന്യം അറിയാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ. വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം.